ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പ്ലാനിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ എന്താണ്, വാട്ട് ഈസ് പ്ലാനിങ്? പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, വെൻ ടു ഡു ഇറ്റ് ആൻഡ് ഹൂ ഇസ് ടു ഡു ഇറ്റ്. അപ്പോൾ പ്ലാനിങ് എന്നത് എന്താണ്, ഡിസൈഡിങ് അഡ്വാൻസ് ആണ്. അതുപോലെ തന്നെ ആര് വർക്ക് ചെയ്യണം, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണമെന്ന്. ഇതൊരു ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്. ഇതൊക്കെയാണ് പ്ലാനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് നേച്ചർ ഓഫ് പ്ലാനിങ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഓഫ് പ്ലാനിങ്. ഒന്നാമത്തെയാണ് പ്ലാനിങ് ഈസ് എ ഇൻ്റലക്ച്വൽ പ്രോസസ്സ്. ഇറ്റ് ഈസ് എ മെൻ്റൽ വർക്ക് ആൻഡ് നോട്ട് എ മാനുവൽ വർക്ക്. അപ്പോൾ എന്താണ്, പ്ലാനിങ് എന്നത് ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്. അതൊരിക്കലും ഒരു മാനുവൽ വർക്കല്ല, ഒരു മെൻ്റൽ വർക്ക് തന്നെയാണ്. പ്ലാനിങ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്. പ്ലാനിങ് ഈസ് മീൻലെസ് ഇഫ് ഇറ്റ് ഡസ് നോട്ട് എസ്റ്റാബ്ലിഷ് ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്. പ്ലാനിങ് എന്താണ്, ഒരു ഗോൾ ഓറിയൻറ്റഡ് ആണ്. പ്ലാനിങ് എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നത്, നമ്മളൊരു ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എസ്റ്റാബ്ലിഷ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു ഗോളോ ഒബ്ജക്റ്റീവോ നമ്മുടെ പ്ലാനിങ് ഇല്ലെങ്കിൽ പ്ലാനിങ് വെറും മീനിങ്ലെസ് ആണ്. മൂന്നാമത്തെയാണ് പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാനിങ് ഒരു പ്രൈമറി ഫംഗ്ഷൻ ആണ്. പ്ലാനിങ് ഹാസ് ബിൻ ഡിസ്ക്രൈബ് ആസ് എ മോസ്റ്റ് ബേസിക് ഓഫ് ഓൾ ദ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. അപ്പോൾ പ്ലാനിങ് ആണ് ഏറ്റവും ഫസ്റ്റ് ഫംഗ്ഷൻ. പ്ലാൻസ് ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ മാനേജ്മെൻറ്റ് ഫംഗ്ഷനും നമ്മൾ ചെയ്യുകയുള്ളൂ. നാലാമത്തെയാണ് പ്ലാനിങ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് എഫിഷ്യൻസി ആൻഡ് എക്കോണമി. പ്ലാനിങ് ഇൻവോൾവ്സ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് വേരിയസ് റിസോഴ്സസ് ലൈക്ക് ക്യാപിറ്റൽ, ലേബർ, മെഷീൻ, മെറ്റീരിയൽ എക്സെട്ര. അപ്പോൾ എന്താണ്, എഫിഷ്യൻസി എക്കോണമിയാണ് മെയിൻ ആയിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ മെയിൻ എയിം എന്നത്. നെക്സ്റ്റ് ആണ് പ്ലാനിങ് റിക്വയർസ് ഫ്ലെക്സിബിലിറ്റി. പ്ലാനിങ് പ്രോസസ് ഷുഡ് ബി അഡാപ്റ്റബിൾ ടു ദ ചേഞ്ചിങ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അപ്പോൾ എന്താണ്, നമ്മുടെ ചേഞ്ചിങ് ബിസിനസ് എൻവയോൺമെൻറ്റ് അഡാപ്റ്റബിൾ ആയിരിക്കും നമ്മുടെ പ്ലാനിങ് പ്രോസസ്സ് എന്നത്. അതാണ് ഫ്ലെക്സിബിൾ എന്ന് പറയാൻ കാരണം. ആറാമത്തെയാണ് പ്ലാനിങ് ഈസ് റിലേറ്റഡ് ടു ഒബ്ജക്റ്റീവ്സ്. എവറി പ്ലാൻ സ്പെസിഫൈസ് ദ ഒബ്ജക്റ്റീവ് ടു ബി അറ്റൈൻ ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ എന്താണ്, എല്ലാ പ്ലാനിലും ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഉണ്ട്, അത് ഫ്യൂച്ചർ അറ്റൈൻ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ആണ് പ്ലാനിങ് ഈസ് ഓൾ പെർവേസീവ്. പ്ലാനിങ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഈച്ച് ആൻഡ് എവറി മാനേജർ റെസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ആൻഡ് ഏരിയ ഓഫ് ഹിസ് ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ എല്ലാ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലും എല്ലാ ഏരിയയിലും നമുക്ക് പ്ലാനിങ് വേണം. പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. പ്ലാനിങ് ഈസ് എ നെവർ എൻഡിങ് ആക്ടിവിറ്റി ഓഫ് എ മാനേജർ. മാനേജറിൻ്റെ ഒരു നെവർ എൻഡിങ് ആക്ടിവിറ്റിയാണ്. ഒരു പ്ലാൻ കംപ്ലീറ്റ് ചെയ്യുക, നെക്സ്റ്റ് പ്ലാൻ തുടങ്ങണം. അപ്പോൾ ഓരോ പ്ലാനിങ്ങും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പ്ലാനിങ് ഈസ് എ ഫോർവേഡ് ലുക്കിംഗ്. ഓൾ പ്ലാനിങ് ഇസ് ഡൺ വിത്ത് ആൻ ഐ ഓഫ് ദ ഫ്യൂച്ചർ. നമ്മൾ ഒരിക്കലും പാസ്റ്റ് അല്ല നോക്കുന്നത്, നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ളതിന് വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ഫോർവേഡ് ലുക്കിംഗ് ആണ് പ്ലാനിങ്. എന്താ, പ്ലാനിങ് ഇൻവോൾവ് ചോയ്സ്. പ്ലാനിങ് പർപ്പസ് എന്താണ്, ദ എക്സിസ്റ്റൻസ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. എപ്പോഴും നമുക്ക് എന്തുണ്ടാവും, പ്ലാനിങ്ങിന് എപ്പോഴും ഒരു ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. നെക്സ്റ്റ് ആണ് പ്ലാനിങ് ഈസ് ആൻ ഇൻറ്റഗ്രേറ്റഡ് പ്രോസസ്. ഡിഫറെൻറ്റ് പ്ലാൻസ് ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻ്റർ റിലേറ്റഡ്. അപ്പോൾ എന്താണ്, പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർഗ്രേറ്റഡ് പ്രോസസ്സാണ്. ഡിഫറെൻറ്റ് പ്ലാൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഹൈറാർക്കി. അപ്പോൾ എല്ലാ പ്ലാൻസും എന്താണ്, ഇൻ്റർഡിപ്പെൻഡൻ്റ് അതുപോലെ തന്നെ ഇൻ്റർ റിലേറ്റഡ് ആണ്. അതാണ് പ്ലാനിങ് ഈസ് ഇൻ്റഗ്രേറ്റഡ് പ്രോസസ്സ് എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ പ്ലാനിങ് പ്രോസസ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന പ്ലാനിങ് പ്രോസസ്സാണ് സ്റ്റെപ്പ് ഇൻ പ്ലാനിങ് പ്രോസസ്സ്. ഒന്നാമത്തെയാണ് അവയർനെസ് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണെന്ന് അവെയർ ആയിരിക്കും നമ്മൾ. രണ്ടാമത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ഏതാണ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്ലാനിങ് പെർമിസസ്. പ്ലാനിങ് പെർമിസസിൻ്റെ വേറെ ടേമാണ് അസംഷൻസ്. അപ്പോൾ ഇവിടെ പ്ലാനിങ് അസംഷൻസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. നാലാമത്തെയാണ് ഡെവലപ്പിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യണം. അഞ്ചാമത്തെ ഇവാലുവേറ്റിംഗ് ദ ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ സെലക്ട് ചെയ്ത ഓൾട്ടർനേറ്റീവ്സിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. ആറാമത്തെ സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക. ഏഴാമത്തെ ഫോർമേഷൻ ഓഫ് ഡെറിവേറ്റീവ് പ്ലാൻസ്. നമ്മൾ സബ് പ്ലാൻസ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യുക. ഡിറ്റർമിനേഷൻ ഓഫ് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. നമ്മുടെ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. നെക്സ്റ്റ് എക്സിക്യൂഷൻ ഓഫ് ദ പ്ലാൻ. നമ്മുടെ പ്ലാൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. പത്താമത്തെയാണ് ആ പ്ലാൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ ഏതാണ്, ഫസ്റ്റ് വൺ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് അവെയർ ആയിരിക്കണം. പിന്നെ ഒബ്ജക്റ്റീവ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. പിന്നെ പ്ലാനിങ് പെർമിസസ് നമ്മൾ ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിന് ഏറ്റവും നല്ലത് ഏതാണെന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അതിന് ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യണം. അതിന് ഡെറിവേറ്റീവ് പ്ലാൻസ് ഉണ്ടാക്കണം. അത് സബ് പ്ലാൻസ് ഉണ്ടാക്കണം. പിന്നെ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഡിറ്റർമൈൻ ചെയ്യണം. എങ്ങനെയൊക്കെയാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ആക്ടിവിറ്റീസ് സീക്വൻസ് സെലക്ട് ചെയ്യണം. പിന്നെ നമ്മളത് എക്സിക്യൂട്ട് ചെയ്യണം. പിന്നെ ആ എക്സിക്യൂട്ട് ചെയ്ത പ്ലാൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാനിങ്. നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാൻ. പ്ലാൻസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മൾട്ടി യൂസ് പ്ലാൻ ആൻഡ് സിംഗിൾ യൂസ് പ്ലാൻ. മൾട്ടി യൂസ് പ്ലാൻസ് ആണ് ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജീസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ് എക്സെട്ര. സിംഗിൾ യൂസ് പ്ലാൻ ആണ് പ്രോഗ്രാം, ബഡ്ജറ്റ്, ഷെഡ്യൂൾ, പ്രൊജക്റ്റ്, മെത്തേഡ്. എന്താണ് മൾട്ടി യൂസ് പ്ലാൻ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് പ്ലാൻ? The plan which are used repeatedly in similar situation are called multi-use or standing plan. നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു സിമിലർ സിറ്റുവേഷൻ എപ്പോഴും അറേസ് ചെയ്യാറുണ്ട്. അങ്ങനെ സിറ്റുവേഷനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിമിലർ പ്ലാൻ അല്ലെങ്കിൽ എന്താണ് നമുക്ക് മൾട്ടിപ്പിൾ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാനാണ്
മൾട്ടിപ്പിൾ യൂസ് പ്ലാൻ അല്ലെങ്കിൽ മൾട്ടി യൂസ് പ്ലാൻ ഓർ സ്റ്റാൻഡിംഗ് പ്ലാൻ എന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ്? ഒന്നാമത്തെയാണ് ഒബ്ജക്റ്റീവ്. എന്താണ് ഒബ്ജക്റ്റീവ്? ഒബ്ജക്റ്റീവ് ആർ ദ എയിം ഓർ പർപ്പസ് ഫോർ വിച്ച് ആൻ ഓർഗനൈസേഷൻ ഈസ് സെറ്റപ്പ് ആൻഡ് ഓപ്പറേറ്റഡ്. നമ്മുടെ ഓർഗനൈസേഷൻ എന്തിനാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്? അതെന്തിനാണ്? ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഒബ്ജക്റ്റീവ് ഒരിക്കലും മാറുകയില്ല. അപ്പോൾ അങ്ങനെ ആ ഒബ്ജക്റ്റീവിനെ ഫേസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്ലാൻ മതി. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് ആണ് സ്ട്രാറ്റജീസ്. എ സ്ട്രാറ്റജി ഈസ് എ ബ്രോഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ ദ യൂസ് ഓഫ് റിസോഴ്സസ് ടു അച്ചീവ് ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ സ്ട്രാറ്റജി എന്നൊരു ബ്രോഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ റിസോഴ്സിനെല്ലാം നല്ല യൂസ് ചെയ്യുക. ഫോർ അച്ചീവിങ് ദ ഒബ്ജക്റ്റീവ് ഓർഗനൈസേഷൻ. അപ്പോൾ ഒബ്ജക്റ്റീവ് ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിസോഴ്സിനെല്ലാത്തിനെയും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന, അത് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാൻ അല്ലെങ്കിൽ ബ്രോഡ് പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് പോളിസി. പോളിസി ആർ ഗൈഡ്സ് ടു ആക്ഷൻ. എന്താണ്? നമ്മുടെ ആക്ഷനുള്ള ഗൈഡാണ് പോളിസി എന്നത്. ദേ പ്രൊവൈഡ് എ ബ്രോഡ് ഗൈഡ് ലൈൻ ആസ് ടു ഹൗ ദ ഒബ്ജക്റ്റീവ് ഓർഗനൈസേഷൻ ആർ ടു ബി അച്ചീവ്ഡ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നതിനുള്ള ഒരു ബ്രോഡായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പോളിസി എന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് പോളിസിയാണ്. ഒന്നാമത്തേണ് ഒറിജിനേറ്റഡ് പോളിസി. ഒറിജിനേറ്റഡ് പോളിസി ആർ ദോസ് വിച്ച് ഒറിജിനേറ്റ് അറ്റ് ദ ടോപ്പ് മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു പോളിസിയാണ് ഒറിജിനേറ്റഡ് പോളിസി. ദേ ആർ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി. ഇതെന്താണ്? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോളിസിയാണ്. അതുപോലെ തന്നെ ഒറിജിനേറ്റഡ് പോളിസി ഫ്ലോ ഫ്രം ദ ഹയർ ലെവൽ ടു ലോവർ ലെവൽ. ഹയർ ലെവൽ മാനേജ്മെൻറ്റിൽ നിന്ന് ലോവർ ലെവൽ മാനേജ്മെൻറ്റിലേക്കാണ് ഇതിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹയർ ലെവൽ മാനേജ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു പോളിസിയാണ് ഒറിജിനേറ്റഡ് പോളിസി. നെക്സ്റ്റ് ആണ് അപ്പീൽഡ് പോളിസി. ആൻ അപ്പീൽ പോളിസി ഒറിജിനേറ്റ്സ് വെൻ ആൻ സബോർഡിനേറ്റ് റെഫേഴ്സ് ആൻ എക്സെപ്ഷണൽ പ്രോബ്ലം ടു സുപ്പീരിയർ ആൻഡ് അപ്പീൽ ഫോർ എ പോളിസി. അപ്പോൾ സബോർഡിനേറ്റ് ഇതിലില്ലാത്തൊരു കംപ്ലയിൻറ്റ് പറയുകയാണെങ്കിൽ, സുപ്പീരിയർ പറയുകയാണെങ്കിൽ ആ ഒരു കംപ്ലയിൻറ്റ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പോളിസിയാണ് അപ്പീൽ പോളിസി എന്നത്. ഡിസിഷൻ മെയ്ഡ് ഓൺ ദം ബിക്കം എ കൈൻഡ് ഓഫ് കോമൺ ലോ ടു ബി ഫോളോഡ് ബൈ അതർ. അപ്പീൽ പോളിസി ആർ മോഡിഫൈ ഇൻകംപ്ലീറ്റ് ആൻഡ് കൺഫ്യൂസ്ഡ്. എന്താണ്? എപ്പോൾ അപ്പീൽ പോളിസി എന്നത് ഇൻകംപ്ലീറ്റ് അതുപോലെ കൺഫ്യൂസ് ആയിട്ടൊരു പോളിസിയാണ് അപ്പീൽ പോളിസി. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവുന്നത്? സബോർഡിനേറ്റ്സ് ഏതെങ്കിലും എക്സെപ്ഷണൽ പ്രോബ്ലം സുപ്പീരിയറോട് പറയുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്നൊരു പോളിസിയാണ് അപ്പീൽ പോളിസി. Next, an imposed policy. An imposed policy is a policy that is imposed by some external forces. അപ്പോൾ ഗവൺമെൻറ്റോ ട്രേഡ് യൂണിയനോ ട്രേഡ് അസോസിയേഷനോ ഇമ്പോസ് ചെയ്യുന്ന ഒരു പോളിസിയാണ് ഇമ്പോസ് പോളിസി. അത് എക്സ്റ്റേണൽ ഫോഴ്സ് ഇമ്പോസ് ചെയ്യുന്ന ഒരു പോളിസി ആയിരിക്കും. നെക്സ്റ്റ് ഇംപ്ലൈഡ് പോളിസി. ഇംപ്ലൈഡ് പോളിസി ആർ നോട്ട് ക്ലിയർലി സ്റ്റേറ്റഡ്. ഒരു ക്ലിയർലി സ്റ്റേറ്റ് ചെയ്യാത്തൊരു പോളിസിയാണ് ഇംപ്ലൈഡ് പോളിസി. ദേ ആർ നെയ്തർ ഇൻ റിട്ടൺ ഓർ വെർബൽ. ഒന്നില്ലെങ്കിൽ റിട്ടൺ അല്ലെങ്കിൽ വെർബൽ ആയിരിക്കും. ദേ ആർ ഇൻഫേർഡ് ഫ്രം ദ ബിഹേവിയർ സുപ്പീരിയർ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പോളിസിയാണ് ഇംപ്ലൈഡ് പോളിസി എന്നത്. നെക്സ്റ്റ് ആണ് റിട്ടൺ ആൻഡ് അൺറിട്ടൺ പോളിസി. പോളിസി മേ ബി ഏത് റിട്ടൺ ഓർ അൺറിട്ടൺ. നമുക്ക് റിട്ടൺ പോളിസി ഉണ്ട്, അൺറിട്ടൺ പോളിസി ഉണ്ട്. റിട്ടൺ പോളിസി ആർ ഡെഫിനിറ്റ്, റിജിഡ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിട്ടൺ പോളിസി ആണെങ്കിൽ നമുക്ക് അത് ഒരു ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ഇൻഫ്ലെക്സിബിൾ ആണ്, നമുക്കത് മാറ്റാൻ സാധിക്കില്ല. റിജിഡ് ആണത്, നമുക്ക് ഒരു ചേഞ്ച് വരുത്താൻ സാധിക്കില്ല. എന്നാൽ അൺറിട്ടൺ പോളിസി ആണെങ്കിൽ ഈസിലി അഡ്ജസ്റ്റ് ആണ്. നമുക്ക് നമ്മുടെ സർക്കംസ്റ്റാൻസ് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം അത് ഓറൽ അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. നെക്സ്റ്റ് ആണ് പ്രൊസീജിയർ. എ പ്രൊസീജിയർ ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് ഹാൻഡ്ലിംഗ് റെഗുലർ ഇവൻറ്റ്. റെഗുലർ ഇവൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ സിസ്റ്റമാറ്റിക് വേ ആണ് പ്രൊസീജിയർ എന്നത്. ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ ടേം ഓഫ് സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഇൻ ക്യാരിങ് ഔട്ട് സർട്ടൻ കൈൻഡ് ഓഫ് വർക്ക്. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുത്തിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് പ്രൊസീജിയർ എന്നത്. പ്രൊസീജിയർ ഓപ്പറേഷണൽ ഗൈഡ് ടു ആക്ഷൻ. അപ്പോൾ ഒരു ഓപ്പറേഷണൽ ഗൈഡാണ്, ആക്ഷനിലേക്ക് ഒരു ഓപ്പറേഷണൽ ഗൈഡാണ് പ്രൊസീജിയർ എന്നത്. നെക്സ്റ്റ് ആണ് റൂൾ. റൂൾ ആർ ദ സിംപ്ലസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് സ്പെസിഫിക് ടൈപ്പ് ഓഫ് സ്റ്റാൻഡിംഗ് പ്ലാൻസ്. അപ്പോൾ എന്താണ് റൂൾ എന്നത്? ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് സ്പെസിഫിക് ടൈപ്പ് ഓഫ് സ്റ്റാൻഡിംഗ് പ്ലാൻ ആണ് റൂൾസ് എന്നത്. ദേ ആർ യൂസ് ഫോർ ഗൈഡിങ് വാട്ട് മേ ഓർ മേ നോട്ട് ബി ഡൺ. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? അത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒന്നാണ് റൂൾസ് എന്നത്. ദേ ആർ റിജിഡ് ആൻഡ് ഡെഫിനിറ്റ്. വളരെ റിജിഡും ഡെഫിനിറ്റ് ആയിരിക്കും റൂൾസ് എന്നത്. നെക്സ്റ്റ് ആണ് സിംഗിൾ യൂസ് പ്ലാൻസ്. ഒന്നാമത്തെയാണ് പ്രോഗ്രാംസ്. ഇറ്റ് ഈസ് എ സിംഗിൾ യൂസ് പ്ലാൻ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് യൂസ് ഇൻ സെയിം ഫോം അഗെയിൻ. പ്രോഗ്രാം എന്നത് ഒരു സിംഗിൾ യൂസ് പ്ലാൻ ആകാൻ കാരണം എന്താണ്? നമ്മൾ ആ ഒരു സെയിം ഫോർമാറ്റിൽ നമ്മൾ ഇനി അത് യൂസ് ചെയ്യുകയില്ല. ഈ നെക്സ്റ്റ് ആണ് ബഡ്ജറ്റ്. എ ബഡ്ജറ്റ് ഈസ് എ പ്ലാൻ വിച്ച് സ്റ്റേറ്റ് എക്സ്പെക്റ്റഡ് റിസൾട്ട് ഓഫ് എ ഗിവൺ ഫ്യൂച്ചർ പീരീഡ് ഇൻ ന്യൂമറിക്കൽ ടേം. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ, നമുക്ക് തന്നിരിക്കുന്ന ഫ്യൂച്ചറിൽ ആ ഒരു ഫ്യൂച്ചർ പീരീഡ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ഫ്യൂച്ചർ പീരീഡിൽ എന്തോരം റിസൾട്ട് ഉണ്ടാവും, ഒരു എക്സ്പെക്റ്റഡ് റിസൾട്ട് എന്താണ് എന്ന് കാണിക്കുന്ന ന്യൂമറിക്കൽ ടേംസ് ആണ് ബഡ്ജറ്റ് എന്നത്. മൂന്നാമത്തെയാണ് ഷെഡ്യൂൾ. ഷെഡ്യൂൾ ഈസ് എ ടൈം ടേബിൾ ഓഫ് വർക്കിന് ടൈം ടേബിൾ ആ ഷെഡ്യൂൾ എന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ആൻ ആക്ഷൻ പ്ലാൻ. ആക്ഷൻ പ്ലാൻ ഏറ്റവും എസെൻഷ്യൽ പാർട്ടാണ് ഷെഡ്യൂൾ എന്നത്. ഇറ്റ് സ്പെസിഫൈസ് ദ എക്സാക്ട് ടൈം വെൻ ദ ടാസ്ക് ഇസ് ടു ബിഗിൻ ആൻഡ് വെൻ ഇറ്റ് വിൽ ടെർമിനേറ്റ്. അപ്പോൾ ഏത് ടൈമിൽ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യണം, ഏത് ടൈമിൽ ടെർമിനേറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒന്നാണ് ഷെഡ്യൂൾ. നെക്സ്റ്റ് ആണ് പ്രൊജക്റ്റ്.
എ പ്രോജക്റ്റ് ഇസ് എ സിംഗിൾ യൂസ് പ്ലാൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനി സ്കീം ഫോർ ഇൻവെസ്റ്റിംഗ് റിസോഴ്സസ്. അപ്പോൾ സിംഗിൾ യൂസ് പ്ലാൻ തന്നെയാണ് പ്രോജക്റ്റ് എന്നത്. അത് എന്തിനു ഉപയോഗിക്കും? നമ്മൾ റിസോഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ അത് അനലൈസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് മെത്തേഡ്. മെത്തേഡ് പ്രൊവൈഡ് ഡീറ്റെയിൽ ആൻഡ് സ്പെസിഫിക് ഗൈഡൻസ് ഫോർ ഡേ ടു ഡേ ആക്ഷൻ. ഡേ ടു ഡേ ആക്ഷന് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡൻസ് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഗൈഡൻസ് ആണ് എന്ത്? മെത്തേഡ് എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് വാട്ട് ഈസ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ വാട്ട് ഈസ് MBO. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വാട്ട് ഈസ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. വാട്ട് ഈസ് MBO. It is defined as a process by which the management intend to achieve the best result through the active participation of all the workers. അപ്പോൾ MBO എന്നൊരു പ്രോസസ്സാണ്. എന്താണ്? മാനേജ്മെൻറ്റ് അവരുടെ വർക്കേഴ്സിൻ്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനോടെ ബെസ്റ്റ് റിസൾട്ട് കൊണ്ടുവരിക എന്നാണ് MBOയുടെ മീനിങ്. നെക്സ്റ്റ് ഇതിൻ്റെ MBOൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്നാമത്തേന് ടു മെഷർ ആൻഡ് ജഡ്ജ് പെർഫോമൻസ് മെഷർ ചെയ്യാനും ജഡ്ജ് ചെയ്യാനും. ടു റിലേറ്റ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ടു ഓർഗനൈസേഷൻ ഗോൾ. ഇൻഡിവിജ്വൽ പെർഫോമൻസിനെ ഓർഗനൈസേഷൻ ഗോളായിട്ട് റിലേറ്റ് ചെയ്യുക. ടു ക്ലാരിഫൈ ബോത്ത് ദ ജോബ് ടു ബി ഡൺ ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് ദ അക്കംപ്ലിഷ്ഡ്. അപ്പോൾ നമ്മുടെ ജോബ് എന്തോരം ചെയ്യാനുണ്ട് അത് നമ്മുടെ എക്സ്പെക്ടേഷനായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. പിന്നെന്താണ്? ടു ഫോസ്റ്റർ ദ കോമ്പറ്റൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് സബോർഡിനേറ്റ്സ്. അപ്പോൾ നമ്മുടെ സബോർഡിനേറ്റ്സിൻ്റെ കോമ്പറ്റൻസ് ഫോസ്റ്റർ ചെയ്യാൻ ഫാസ്റ്റർ ആക്കാൻ അതുപോലെ തന്നെ ഗ്രോത്തും ഫാസ്റ്റർ ആക്കാൻ വേണ്ടി. ടു എൻഹാൻസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സുപ്പീരിയർ സബോർഡിനേറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി. അതുപോലെ ടു സെർവ് ആസ് എ ബേസിസ് ഫോർ ജഡ്ജ്മെൻറ്റ് ഫോർ സാലറി ആൻഡ് പ്രൊമോഷൻ. സാലറി പ്രൊമോഷൻ കാര്യങ്ങൾ ബേസിസ് ഓഫ് എന്താ പറയുക ജഡ്ജ്മെൻറ്റ് ആക്കാൻ വേണ്ടി. ഇതൊക്കെയാണ് ഇത് മെയിൻ ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് ആണ് MBOൻ്റെ ബെനിഫിറ്റ്സ്. ഒന്നാമത്തെ ഇംപ്രൂവ്ഡ് പ്ലാനിങ്. എന്താ? നമ്മുടെ പ്ലാനിങ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. ബെറ്റർ മാനേജ്മെൻറ്റ്. ഇങ്ങനെ എംപ്ലോയീസിനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലൊരു രീതിയിലൊരു മാനേജ്മെൻറ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഓർഗനൈസേഷനിൽ. ടീം വർക്ക്. നമുക്കറിയാം MBO എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ എംപ്ലോയേഴ്സ് ടോപ്പ് ലെവൽ മാനേജിൻ്റെ ഒപ്പം ചേർന്നിട്ടാണ് ഇവിടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ടീം വർക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ബെറ്റർ പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്. കാരണം ഓരോ വർക്കേഴ്സും നമ്മളിങ്ങനെ വർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും അവരുടെ വർക്കിനോട്. പിന്നെയാണ് എഫക്റ്റീവ് കൺട്രോൾ. MBOയ്ക്ക് എന്തായാലും മാനേജേഴ്സ് കൂടെ വർക്ക് ചെയ്യണവർക്ക് എഫക്റ്റീവ് കൺട്രോൾ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും വർക്കേഴ്സിന് മേലിൽ. നെക്സ്റ്റ് ആണ് മോട്ടിവേഷൻ ആൻഡ് മോറൽ. ഈ MBOയിലൂടെ വർക്കേഴ്സിനിടയിലുള്ള മോട്ടിവേഷനും അതുപോലെ മോറലും എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. ഇനി എന്തെല്ലാമാണ് ലിമിറ്റേഷൻസ് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് MBO. ഒന്നാമത്തേതാണ് ഡിഫിക്കൽറ്റി ഇൻ സെറ്റിംഗ് ഗോൾ സെറ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ഗോൾസ് മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ടൈം കൺസ്യൂമിങ് കോസ്റ്റ്ലി ആണ്. അതുപോലെ നിറയെ പേപ്പർ വർക്ക് ആവശ്യമുണ്ട്. പ്രഷർ ഓറിയൻറ്റഡ് ആണ്. ഭയങ്കര റിജിഡാണ് ഈ സംഭവം. ഇൻഫ്ലെക്സിബിൾ ആണ്. പിന്നെ പാർട്ടിസിപ്പേഷൻ പ്രോബ്ലം. കാരണം എന്താണ്? MBO റിക്വയർ ദ ഗോൾ സെറ്റിംഗ് ബൈ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ്. വെരി ഓഫൺ സുപ്പീരിയർ ഗെറ്റ്സ് ദ ഗോൾ വിത്തൗട്ട് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ സബോർഡിനേറ്റ്സ്. അപ്പോൾ എന്താണ്? MBO എന്ന് പറയുമ്പോൾ പക്ഷേ ആ ഗോൾ സെറ്റ് ചെയ്യുന്ന സുപ്പീരിയർ ഒറ്റയ്ക്കാണ്. അവിടെ ഒരിക്കലും എംപ്ലോയീസിനെ ഉൾപ്പെടുത്താറില്ല. അപ്പോൾ ഇതാണ് മെയിൻ പ്രോബ്ലം. നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ MBO. നെക്സ്റ്റ് ആണ് സ്റ്റെപ്സ് ഇൻ MBO. ഒന്നാമത്തെ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റ് സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാരിഫൈങ് ഓർഗനൈസേഷൻ റോൾ. ഓരോ എംപ്ലോയേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തെല്ലാമാണെന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക. സെറ്റിംഗ് സബോർഡിനേറ്റ്സ് സബോർഡിനേറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. റീസൈക്ലിംഗ് ഒബ്ജക്റ്റീവ്സ്. എന്തെങ്കിലും നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഒന്ന് റീസൈക്കിൾ ചെയ്യുക. ആക്ഷൻ പ്ലാൻ. വൺസ് ഗോൾ എസ്റ്റാബ്ലിഷ് ആക്ഷൻ പ്രോഗ്രാംസ് ആർ ഡെവലപ്ഡ്. എന്ത് ചെയ്യണം? നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് നമ്മളതിൻ്റെ ആക്ഷൻ അതിൻ്റെ ഇനിയുള്ള ആക്ഷൻ നമ്മൾ സെറ്റ് ചെയ്യുക. പീരിയോഡിക് പെർഫോമൻസ് റിവ്യൂ. നമ്മളുടെ പെർഫോമൻസ് കൃത്യമായിട്ട് റിവ്യൂ ചെയ്യണം. പീരിയോഡിക് റിവ്യൂ ചെയ്യണം. ഫൈനൽ അപ്രൈസൽ. നമ്മൾ ഏറ്റവും അവസാനം നമ്മുടെ പെർഫോമൻസ് എന്തോരം ഉണ്ട് നമ്മൾ അപ്രൈസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇവാലുവേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് വാട്ട് ഈസ് കോർഡിനേഷൻ. നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് കോർഡിനേഷൻ. കോർഡിനേഷൻ ഈസ് ദ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മുടെ മാനേജ്മെൻറ്റ് എസെൻസ് ആണ് കോർഡിനേഷൻ എന്നത്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് യൂണിഫൈങ് ദ ആക്ഷൻ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ആക്ഷൻ എല്ലാത്തിനും യൂണിഫൈ ചെയ്യുക, ഒന്നേക്ക് മാറ്റുക എന്നാണ് കോർഡിനേഷൻ്റെ മെയിൻ എയിം എന്നത്. നെക്സ്റ്റ് ആണ് വാട്ട് ആർ ദ ടെക്നിക്സ് ഓഫ് എഫക്റ്റീവ് കോർഡിനേഷൻ. ടെക്നിക്സ് ഓഫ് എഫക്റ്റീവ് കോർഡിനേഷൻ. ഫസ്റ്റ് വൺ ആണ് ക്ലിയർലി ഡിഫൈൻഡ് ഗോൾസ്. നമ്മുടെ ഗോൾസ് എല്ലാം ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണം. വെൽ ഡിഫൈൻഡ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി. വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. വെൽ ഡിഫൈൻഡ് വർക്ക് പ്രൊസീജിയർ. വെൽ ഡിഫൈൻഡ് വർക്ക് പ്രൊസീജിയേഴ്സ്. നമുക്ക് പ്രൊസീജിയേഴ്സ് ഉണ്ടാവണം. സിംപ്ലിഫൈഡ് ഓർഗനൈസേഷൻ. എപ്പോഴും സിമ്പിൾ ഓർഗനൈസേഷൻ ആയിരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല രീതിയിലുള്ളൊരു കോർഡിനേഷൻ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക. ഈസിയർ കോർഡിനേഷൻ ഉണ്ടാകാൻ സാധിക്കുക. അപ്പോൾ സിംപ്ലിഫൈഡ് ഓർഗനൈസേഷൻ ആയിരിക്കണം. ഹാർമോണൈസ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസും പ്രോഗ്രാംസും വളരെയധികം ഹാർമോണൈസ് ഈസി ആയിട്ട് രണ്ടും മാച്ചിങ് ആയിരിക്കണം. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. അവിടെ സബോർഡിനേറ്റ് അതുപോലെ തന്നെ സുപ്പീരിയർ സബോർഡിനേറ്റ് കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവ് ആയിരിക്കണം. പ്രൊവിഷൻ ഓഫ് ചെക്ക് ആൻഡ് ഇൻസ്പെക്ഷൻ. ചെക്ക് ചെയ്യാനും ഇൻസ്പെക്ട് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടാക്കണം. നമ്മുടെ വർക്ക് എത്ര നടക്കുന്നുണ്ടെങ്കിൽ ഇൻസ്പെക്റ്റും ചെക്കും ചെയ്യണം. പിന്നെ കോപ്പറേഷൻ. വർക്കേഴ്സും തമ്മിലൊരു കോപ്പറേഷൻ അതുപോലെ എംപ്ലോയീസ് തമ്മിലൊരു കോപ്പറേഷൻ ഉണ്ടാവണം. എഫക്റ്റീവ് ലീഡർഷിപ്പും സൂപ്പർവിഷനും. നല്ല രീതിയിലുള്ള ഒരു ലീഡർഷിപ്പും സൂപ്പർവിഷനും അത്യാവശ്യമാണ് ഈ കോർഡിനേഷൻ എഫക്റ്റീവായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി. ഇതൊക്കെയാണ് ടെക്നിക്സ് ഓഫ്
എന്താണ് എഫക്റ്റീവ് കോർഡിനേഷൻ.